1960-കളിൽ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന അമേരിക്കൻ ജോൺ ബിസൽ ഇന്ത്യൻ കൈത്തറിയുടെ സൗന്ദര്യത്തിൽ മുഴുകി. അവിടെ ഒരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കൈകൊണ്ട് നിർമ്മിച്ച തുണിത്തരങ്ങൾ വിദേശ വിപണിയിൽ എത്തിക്കുക. 1970-കളിൽ ഒരു കയറ്റുമതി കമ്പനിക്ക് ബിസൽ തുടക്കം കുറിച്ചു. ഫാബ് ഇന്ത്യയുടെ ഉദയത്തിനായിരുന്നു അന്ന് അവിടെ തുടക്കം കുറിച്ചത്. മിക്ക ബ്രാൻഡുകളും ഫാസ്റ്റ് ഫാഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഫാബ് ഇന്ത്യയിലുടനീളമുള്ള നെയ്ത്തുകാർ, ബ്ലോക്ക് പ്രിന്റുകൾ, കരകൗശല വിദഗ്ധർ എന്നിവരുമായി നേരിട്ട് പ്രവർത്തിച്ചു. 55,000-ലധികം കരകൗശല വിദഗ്ധർ ഇന്ന് ഫാബ് ഇന്ത്യയുടെ വിതരണ ശൃംഖലയുടെ ഭാഗമാണ്. സാധാരണ ഷോറൂമുകൾക്ക് പകരം ഫാബ് ഇന്ത്യ ഒരു ന്യൂനത ആശയം മുന്നോട്ട് വെച്ചു. ഒറ്റപ്പെട്ട ജീവിതശൈലി സ്റ്റോറുകൾ സൃഷ്ടിക്കുക. ഒരു കരകൗശല വിദഗ്ധന്റെ വീട്ടിലൂടെയുള്ള യാത്രയെന്നോണം ഉപഭോക്താക്കൾക്ക് അനുഭവം നൽകുന്നതായിരുന്നു ഇവ. ഇവിടെ വാങ്ങുന്നവർക്ക് വസ്ത്രങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്, അവർ ഇന്ത്യൻ പൈതൃകത്തിന്റെ ഭാഗമാകുകയാണ്. ഒരു കരകൗശല വിദഗ്ധന്റെ വീട്ടിലൂടെയുള്ള യാത്രയെന്നോണം ഉപഭോക്താക്കൾക്ക് അനുഭവം നൽകുന്നതായിരുന്നു ഇവ. ഇവിടെ വാങ്ങുന്നവർക്ക് വസ്ത്രങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്, അവർ ഇന്ത്യൻ പൈതൃകത്തിന്റെ ഭാഗമാകുകയാണ്. അവർ പരസ്യങ്ങൾ ഒഴിവാക്കി. ഫാബ് ഇന്ത്യയുടെ പേരും വിശ്വാസവും ജനങ്ങളിൽ പ്രചരിപ്പിച്ചു. ആധുനികവും പരമ്പരാഗതവുമായ ഇന്ത്യൻ വസ്ത്രങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതർ, പ്രൊഫഷണലുകൾ NRIകൾ എന്നിവരുടെ മനസ്സിൽ ഫാബ് ഇന്ത്യ ഇടം പിടിച്ചു. ഫാബ് ഇന്ത്യ വസ്ത്രങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല. ജൈവ ഭക്ഷണങ്ങൾ, ഫർണിച്ചറുകൾ, വ്യക്തിഗത പരിചരണം, വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്നിവയിലേക്കും അതിന്റെ സേവനം വ്യാപിച്ചു. എല്ലാം കൈകൊണ്ട് നിർമ്മിച്ചതും സുസ്ഥിരവുമായ സ്പർശത്തോടെയായിരുന്നു. ഉപഭോക്താക്കൾക്ക് ഫാബ് ഇന്ത്യ ഒരു ഏകജാല ഇടമായി മാറി. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം ആധികാരമായതിനെയും സുസ്ഥിരമായതിനെയും വിലമതിക്കുക. പരിചയപ്പെടാത്ത വഴികൾ പിന്തുടരാൻ ധൈര്യപ്പെടുക. ജനങ്ങളുടെ മനസ്സിലേക്ക് ഭംഗിയും പൈതൃകവും എത്തിക്കുക. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയ ആണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ് വാല, ബി ദ ബോസ്.